അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 6-ൽ പുതുതായി കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് പവർ റൂം എന്നത്. മുമ്പ് ഒരു സീസണിലും ഇല്ലാത്ത ഒരു പുതിയൊരു അപ്ഡേഷനാണ് പവർ റൂം എന്ന ഒരു ഇത് സീസൺ 6-ൽ കൊണ്ടുവന്നത്. പക്ഷേ അത് ഇപ്പോൾ ബിഗ് ബോസിന് തന്നെ തലവേദന ആയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ പവർ ടീം കോൺസെപ്റ്റ് ആവശ്യമുണ്ടായിരുന്നോ? അതിൻ്റെ പേരിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടോ? പലരും അഡ്വാൻറ്റേജ് ആയിട്ട് അത് എടുക്കുന്നുണ്ടോ? ഓരോരുത്തരുടെ ആയിട്ടും ഓരോരുത്തരുടെ ആയിട്ടും പലയിടത്തായി ചോദിച്ചു, ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് സിജോ പറയുന്നതെന്ന് വെച്ചാൽ നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനം, അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്നാണ് സിജോ പറയുന്നത്. ജാസ്മിൻ പറയുന്നുണ്ട്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ പലയിടത്തും നമുക്ക് കളിക്കാൻ കഴിയാതെ വരുന്നു, കളിക്കാൻ പറ്റുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. സായി പറയുന്നതെന്ന് വെച്ചാൽ തമ്മിൽ ഇപ്പോൾ പവർ ടീമിലാകുമ്പോഴത്തേക്ക് പവർ ടീം എന്ന് പറയുന്ന ഒരു ഒറ്റ ടീമായിട്ട് ഇപ്പം ഗ്രൂപ്പായിട്ടാണ് ടീംസിനെ മേക്ക് ചെയ്തേക്കുന്നത്. പവർ ടീം, അങ്ങനെ ടണൽ, ഡെൻ, അങ്ങനെ ഓരോ ടീംസ് ആയിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പവർ ടീമിലിപ്പം ഇത്ര പേരെ ഇട്ടാലും അല്ലെങ്കിൽ ഏതൊരു ടീമിൽ ആരെയൊക്കെ ഇട്ടാലും ടീംസിൽ ആൾക്കാർ തമ്മിലൊരു തമ്മിൽ ഒരു വിശ്വാസം പോലും ഇല്ലാതെയാണ് ഇവിടെ കണ്ടിട്ടുള്ളതെന്നാണ് സായി പറയുന്നത്. അതുപോലെ ശ്രീരേഖ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അധികം ആക്റ്റീവൊന്നും അല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ പവർ റൂമിൽ നിന്നതുകൊണ്ട് മാത്രം മുമ്പുള്ള എവിഷനിൽ പുറത്ത് പോവാൻ ഒരുപാട് ചാൻസുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പവർ റൂം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം പുറത്ത് പോവാതെ നിന്ന ഒരു വ്യക്തിയാണ് ശ്രീരേഖ. അപ്പം ശ്രീരേഖ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമായുള്ള വ്യത്യാസങ്ങളുണ്ട് സാർ, അത് ഞാൻ പറയാറുമുണ്ട് എന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. അതുപോലെ പലർക്കും പല അഭിപ്രായങ്ങൾ പവർ ടീമിനെ കുറിച്ച്, പവർ റൂമിനെ കുറിച്ച്, അങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റിനെ കുറിച്ചുണ്ടായിരുന്നു. അപ്പം അൻസിബ പറയുന്നുണ്ട്, ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നതെന്ന് അൻസിബ പറയുന്നുണ്ട്. അതുപോലെ റസ്മിൻ പറയുന്നുണ്ട്, പവർ എന്നൊരു കോൺസെപ്റ്റ് അത് വേണ്ട എന്നാണ് റസ്മിന് തോന്നുന്നതെന്ന് റസ്മിൻ പറയുന്നുള്ളൂ. പക്ഷേ അത് പ്രേക്ഷകർക്കും അതിൽ ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം നല്ലതുപോലെ കളിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പുറത്തു പോവുകയും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആ ഒരു ടൈമിൽ ചിലപ്പോൾ പവർ ടീമിൽ നല്ല വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് കയറി പറ്റിയും അവർ പുറത്തു പോവാതെ അപ്പം നോമിനേഷനിൽ നല്ല പ്ലെയർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്തായാലും നോമിനേഷനിൽ വരും. അപ്പം ആ പ്രാവശ്യത്തെ എലിമിനേഷൻ വരുമ്പോഴത്തേക്കും നല്ല എവിഷൻ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പം അതിനകത്ത് നല്ല കളിക്കുന്ന നല്ലൊരു കണ്ടസ്റ്റൻസ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ മിക്കവാറും പുറത്തു പോകാനായിരിക്കും ചാൻസ്. കാരണം ഉള്ളവർ വീക്കായിട്ടുള്ളവർ സേഫായിട്ട് അകത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തായാലും പുറത്തു പോകാനായിരിക്കും ചാൻസ്. അങ്ങനൊരു ഒരു ചാൻസ് ഈ ഒരു പവർ ടീം എന്നുള്ള ഒരു ഇതിൽ വരുന്നുണ്ട്, പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പവർ ടീം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് കളയുന്നതായിരിക്കും എന്തായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അതിൽ കളിക്കുന്ന മത്സരാർത്ഥികൾക്കും ടോട്ടലി നല്ലത് ആ ഒരു കോൺസെപ്റ്റ് എടുത്ത് കളയുന്നത് തന്നെ ആയിരിക്കും.